ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിസസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെട്രിസസ്, സ്പെഷ്യൽ കേസ് ഓഫ് മെട്രിസസ്, ദെൻ സം പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മെട്രിക്സ് എന്നാൽ റെക്റ്റാങ്കുലർ അറേസിനെയാണ് മെട്രിസസ് എന്ന് പറയുന്നത്. അതായത് ഒരേ കണ്ടീഷനിൽ വരുന്ന സം ഡാറ്റാസ് ഓർ ഒബ്ജക്ട്സിനെ റോയും കോളമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു പാറ്റേണിനെയാണ് മെട്രിക്സസ് എന്ന് പറയുന്നത്. അതായത് അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെൽഫ് ആലോചിക്കുക. നമ്മുടെ വീട്ടിൽ പലതരം ഷെൽഫുകളുണ്ട്. നമ്മളിപ്പോൾ ബെഡ്റൂമിൽ ഷെൽഫിൽ വെക്കുന്ന സാധനങ്ങളായിരിക്കണം എന്നില്ല കിച്ചണിൽ വെക്കുന്നത്. സോ നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്താണോ ആ ഷെൽഫിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അതേപോലത്തെ ഒരേപോലത്തെ പ്രൊഡക്റ്റാണ് നമ്മൾ ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അത് റോ വൈസ് ആയിട്ടും കോളം വൈസ് ആയിട്ടും നമ്മൾ അറേഞ്ച് ചെയ്യും. അത് ഇപ്പോൾ ഏറ്റവും താഴെ വെക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതായിരിക്കാം. മുകളിൽ വെക്കുന്നത്, ഏറ്റവും ഹൈറ്റിൽ വെക്കുന്നത് നമ്മൾ ചിലപ്പോൾ വല്ലപ്പോഴും എടുക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സുകളോ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ഈ അറേഞ്ച്മെൻറ്റ്സിനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക, നമ്മുടെ ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മെട്രിസസ് അല്ലെങ്കിൽ മെട്രിക്സ്. ഈ മെട്രിക്സിൽ നമുക്ക് റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. അതിൽ റോസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം റോസ് എന്നും കോളംസിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എൻ കോളംസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിൽ എം റോസും എൻ കോളംസ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേര് എം ക്രോസ് എൻ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വോയിസ് ഓൺ ആക്കിയിട്ട് എന്നോട് പറയുക. കാരണം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. സോ ഞാനത് ജസ്റ്റ് അത് പറഞ്ഞിങ്ങനെ പോവുകയാണ് ചെയ്യുക. ഏതെങ്കിലും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണമെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഒരു മെട്രിക്സിൽ എം റോസും എൻ കോളംസും ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എം ക്രോസ് എൻ മെട്രിസസ് എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? എം ക്രോസ് എൻ ആണ്. അതായത് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആ മെട്രിക്സിലെ എത്ര റോസ് ഉണ്ടോ എത്ര കോളംസ് ഉണ്ടോ എന്ന് പറയുന്നതാണ് ആ മെട്രിക്സിലെ എത്ര ഓർഡർ ആണ് എന്ന് പറയുന്നതിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് ഒരു 2x3 മെട്രിക്സ് ആണ്. അതായത് 2 റോസും 3 കോളംസും വരുന്ന മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2x3 ആണ്. അതിൽ എത്ര ഇലമെൻറ്റ്സ് വരാം? 2 × 3, അതായത് 6 ഇലമെൻറ്റ്സ് അതിൽ എക്സിസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു എം ക്രോസ് എൻ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ടാവും? എം റോസ് ഉണ്ടാവും, എൻ കോളംസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് A11, A12, A13 എക്സെട്രാ ടു A1n, A21, A22 എക്സെട്രാ ടു A2n, A31, A32, A33 എക്സെട്രാ ടു A3n. സിമിലർലി mth റോ എന്ന് പറയുന്നത് AM1, AM2, AM3 എക്സെട്രാ ടു AMn ആണ്. ഇതാണ് ജനറൽ ഫോം ഓഫ് എം ക്രോസ് എൻ മെട്രിക്സസ്. എം ക്രോസ് എൻ ഓർഡർ വരുന്ന ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതാണ് ജനറൽ ഫോം. നിങ്ങളോട് ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ വെറുതെ റെക്റ്റാങ്കുലർ അറേ എന്ന് മാത്രം എഴുതിയാൽ പോരാ. അതിൻ്റെ ഓർഡർ സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു എം ക്രോസ് എൻ മെട്രിക്സ് ആണെങ്കിൽ ഇതാണ് ജനറൽ ഫോം എന്നുള്ളത് വരെ നമ്മൾ എഴുതണം. ഇതിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നു. ഇത്രയും ജനറൽ ഫോമിനെ നമ്മൾ സിമ്പിളായിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ AIJ എം ക്രോസ് എൻ എന്നാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. വേർ AIJ എന്ന് പറയുന്നത് ഇതിൽ ഐക്ക് വാല്യൂ 1 കൊടുക്കുമ്പോൾ അതേപോലെ ജെക്ക് വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് A11 വരും. ഇനി ഐക്ക് വാല്യൂ കൊടുക്കുന്നില്ല, ജെക്ക് മാത്രം വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോ ആണ് നമുക്ക് വരിക. ഇനി ജെക്ക് വാല്യൂ ഫിക്സ് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല, ഐക്ക് മാത്രം വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റോ ആണ് വരുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് നൊട്ടേഷൻ ഓഫ് അല്ലെങ്കിൽ നൊട്ടേഷൻ ഓഫ് ഇലമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ നൊട്ടേഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറയും. എ എന്ന മെട്രിക്സിന് ഇത്രയും വലിയ ഫോർമാറ്റ് നമുക്ക് എല്ലാ സമയത്തും എഴുതാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൽ AIJ എന്ന് എഴുതും, എം ക്രോസ് എൻ, വേർ I is varies from M, J is varies from N എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ സിസ്റ്റം ഓഫ് മെട്രിക്സ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ കുറേ ഇക്വേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് അതിനെ 2 മെട്രിക്സുകളാക്കിയിട്ട് മാറ്റും. അതായത് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വിചാരിക്കുക.
മൂന്ന് ഇക്വേഷൻസ് 3 അൺനോൺസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന 3 ഇക്വേഷൻസ് 3 അൺനോൺസ് ആണ്. 3 ഡിഫറെന്റ് ടൈപ്പ് ഇക്വേഷൻസ് ആണ്. 3 അൺനോൺസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? x1, x2, x3 എന്ന് പറയുന്ന 3 അൺനോൺസ് വരുന്ന 3 ഇക്വേഷൻസ് ആണ് ഉള്ളത്. സോ ഈ 3 ഇക്വേഷൻസിൽ നമ്മൾ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ മെട്രിക്സ് മെത്തേഡിലേക്ക് മാറ്റും. അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ അൺനോൺ വാല്യൂസ് മാത്രം കോളം വൈസ് എഴുതുന്നതിനെ അൺനോൺ മെട്രിക്സ് എന്ന് പറയും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എക്സ് എന്ന ലെറ്റർ ആണ്. എക്സ് ഈസ് എ അൺനോൺ മെട്രിക്സ്. അതേപോലെ ഈ അൺനോൺ വാല്യൂസിന്റെ അല്ലെങ്കിൽ അൺനോൺ വേരിയബിൾസിന്റെ കോഫിഷ്യന്റിനെ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുന്നതിനെ നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അതേപോലെ ഇക്വേഷന്റെ അപ്പുറത്ത് കോൺസ്റ്റന്റ്സോ സീറോസോ നമ്മൾ ഒരു മെട്രിക്സ് റോ മെട്രിക്സ് എന്ന പാറ്റേണിൽ എഴുതുന്ന മെട്രിക്സിനെ ബി എന്ന ഫോർമാറ്റിലേക്ക് ആക്കും. അതായത് നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കിട്ടിയ Ax = b എന്നാക്കും, വേർ എ ഇസ് എ coefficient of unknown variables and x is a unknown variable raw matrix and b is a unknown variable of constants of raw matrix ആണ്. ഇതാണ് നമ്മളൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു റിഗ്രഷൻ അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിസൈനിലെ മോഡൽ എന്ത് കിട്ടിയാലും നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ മെട്രിക്സ് ആക്കിയിട്ട് നമ്മൾ മൾട്ടിവേരിയേറ്റ് കേസാണ് എപ്പോഴും ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജിയാണ് മെട്രിസസ്. സോ ഇവിടെ ഈ മെട്രിക്സിൽ പാറ്റേൺസ് വരുമ്പോൾ അല്ലെങ്കിൽ അതിന് വല്ല പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് മെട്രിസസ് ആണ്. പല ടൈപ്പ് മെട്രിസസ് ഉണ്ട്, അതേപോലെ സ്പെഷ്യൽ കേസ് ഓഫ് മെട്രിസസ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റിയൽ മെട്രിക്സ് ആണ്. അതായത് ആ മെട്രിക്സിലെ എല്ലാ വാല്യൂസും റിയൽ വാല്യൂസ് ആവും. അതേപോലെ ഒരു മെട്രിക്സിലെ ഏതെങ്കിലും ഒരു വാല്യൂയെങ്കിലും കോംപ്ലക്സ് വാല്യൂസ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? കോംപ്ലക്സ് മെട്രിക്സ് എന്ന് പറയും. റിയൽ മെട്രിക്സ് ആവണമെങ്കിൽ എല്ലാ വാല്യൂസും ഓൾ ഇലമെന്റ്സ് ആർ റിയൽ ആവണം. പക്ഷെ കോംപ്ലക്സ് മെട്രിക്സ് ആവാൻ വേണ്ടി എല്ലാ വാല്യൂസും കോംപ്ലക്സ് ആവണമെന്നില്ല. ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും അതായത് ഒരു ഇലമെന്റ് എങ്കിലും കോംപ്ലക്സ് വാല്യൂ ആയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെട്രിക്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് മെട്രിക്സ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ചാൽ ആ മെട്രിക്സിന്റെ റോസും കോളംസും ഈക്വൽ ആയിരിക്കും. ആ മെട്രിക്സിന്റെ റോസും കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ റിയൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഇലമെന്റ്സ്, നമ്പർ ഓഫ് ഇലമെന്റ്സ്, ആരെങ്കിലും നമ്പർ ഓഫ് ഇലമെന്റ്സ്, റിയൽ ആവുന്നതിനെ റിയൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആവുന്നതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. അത് ഈക്വൽ അല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് m ക്രോസ് n എന്ന് പറയുന്ന ഇഫ് m = n ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. m ≠ n ആണെങ്കിൽ അതിനെ നമ്മൾ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ഇത് നമുക്കൊരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 3x3 സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് 3 റോസും 3 കോളംസും വരുന്ന ഒരു മെട്രിക്സ് ആണ്. ഇതിലെ ഈ A11, A22, A33 അതായത് സ്ക്വയർ മെട്രിക്സിനാണ് പ്രിൻസിപ്പൽ ഡയഗണൽ, ലീഡിംഗ് ഡയഗണൽ, ഡയഗണൽ എലിമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. സ്ക്വയർ മെട്രിക്സിന് മാത്രമാണ് പ്രിൻസിപ്പൽ ഡയഗണൽസും അതേപോലെ ലീഡിംഗ് ഡയഗണൽ, ഡയഗണൽ എലിമെന്റ്സ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ മെട്രിക്സിന് ഒരിക്കലും ഡയഗണൽ എലിമെന്റ്സോ ലീഡിംഗ് ഡയഗണലോ അതേപോലെ പ്രിൻസിപ്പൽ ഡയഗണൽസോ ഇല്ല. ഇതിലെ ഡയഗണൽ എലിമെന്റ്സ് എന്ന് വെച്ചാൽ A11 ഡയഗണൽ ആയിട്ട് വരുന്ന 2 ഡയഗണൽസ് ഉള്ളത്. ഒന്ന് A11, A22, A33, അതേപോലെ A31, A22, A13. ഇതിൽ A11, A22, A33 അതായത് നമ്മുടെ ith പൊസിഷനും jth പൊസിഷനും ഒരേ വാല്യൂ i = j എന്ന് വന്നാണെങ്കിൽ അങ്ങനെയുള്ള ഇലമെന്റ്സിനെ നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ ഡയഗണൽ ഇലമെന്റ്സ് എന്ന് വിളിക്കും. അതായത് i = j വരിക, എ എന്ന മെട്രിക്സ് Aij ആണെങ്കിൽ വേർ i = j വരുന്ന സമയത്തുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ ഡയഗണൽസ് എന്ന് വിളിക്കും. ഇനി ഈ പ്രിൻസിപ്പൽ ഡയഗണൽസിന്റെ അടിയിൽ അതായത് i is less than j, അതായത് i എന്ന് പറയുന്ന വാല്യൂ ജെനെക്കാട്ടിയും കുറവാണെങ്കിൽ, അതായത് A12, A23 അതായത് i എന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ? j എന്ന വാല്യൂ പറയുന്ന വാല്യൂ വലുതായിരിക്കുക, അതായത് 2 ആണ് വലുത് 1നെക്കാട്ടിയും. സോ A21ഉം അതേപോലെ A23നും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്?
എബവ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. എബവ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് വെച്ചാൽ ഐ ഈസ് ലെസ് ദാൻ ജെ. സിമിലർലി ബിലോ ഡയഗണൽ പ്രിൻസിപ്പൾ, അതായത് ഡയഗണൽ എലിമെന്റ്സിന്റെ ബിലോയിൽ വരുന്ന ഇലമെന്റ്സിനെ, അതായത് A21 A32 നമ്മൾ വിളിക്കുന്ന പേരാണ് ബിലോ പ്രിൻസിപ്പൽ ഡയഗണൽസ്. അതിന്റെ കണ്ടീഷൻ ഐ ഈസ് ഗ്രേറ്റർ ദാൻ ജെ എന്നാണ്. ഐ ഈസ് നോട്ട് ഈക്വൽ ടു ജെ, ബാക്കിയുള്ള ഇലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ ഡയഗണൽസ്. അതായത് ഒരു മെട്രിക്സിനെ ഒരു പ്രിൻസിപ്പൽ ഡയഗണൽസ് വരെ ഉള്ളൂ. അതായത് ഇപ്പം എത്ര ആണ് അതിൻ്റെ റോസ് ഉള്ളത് അതിനനുസരിച്ചല്ല വരുന്നത്. ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമാണ് ഡയഗണൽ ഇലമെന്റ്സ് ഉണ്ടാകുന്നത്. ആ ഡയഗണൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ഈക്വൽ ടു ജെ, AIJയിൽ ഐ ഈക്വൽ ടു ജെ വരുന്ന വാല്യൂസ് ആണ്. ഇപ്പം n സ്ക്വയേർഡ് മെട്രിക്സ് ആണെങ്കിൽ n ഡയഗണൽ ഇലമെന്റ്സ് ഉണ്ടാവും. പക്ഷേ ബിലോ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ എബവ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത് n കുറവായിരിക്കും, അതായത് n-1 ആയിരിക്കും. ബാക്കി എല്ലാ ടേംസിനെയും നോൺ ഡയഗണൽസ് എന്നാണ് വിളിക്കുക. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ 3x3 ആണ്, ദാറ്റ് ഈസ് 3 ഡയഗണൽ എലിമെന്റ്സ് ഉണ്ടാവും. അതിനങ്ങോട്ട് 1 കുറവായിരിക്കും എബവ് പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെങ്കിൽ ബിലോ പ്രിൻസിപ്പൽ ഡയഗണൽ. ഇതിന് മറ്റൊരു പേര് പറയും ലീഡിംഗ് ഡയഗണൽസ്. അതായത് പ്രിൻസിപ്പൽ ഡയഗണൽസ് എന്ന് പറയുന്നതാണ് ഐ ഈക്വൽ ടു 1. ലീഡിംഗ് ഡയഗണൽസ് എന്ന് പറയുന്നത് എബവ് പ്രിൻസിപ്പൽ ഡയഗണൽസിനെയും ലീഡിംഗ് ഡയഗണൽ എന്ന് പറയും, ബിലോ പ്രിൻസിപ്പൽ ഡയഗണൽസിനെയും ലീഡിംഗ് ഡയഗണൽ എന്ന് പറയും. ക്ലിയർ ആണോ? ഡയഗണൽസും പ്രിൻസിപ്പൽ ഡയഗണൽസ് അതുപോലെ ലീഡിംഗ് ഡയഗണൽസ് എന്താണെന്ന് പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ ഡയഗണൽ ഇലമെന്റ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേസ് അല്ലെങ്കിൽ സപ്പർ എന്ന് വിളിക്കുന്നത്. ഇതിൽ സപ്പർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് മൊഡ്യൂളിലാണ്. അവിടെ ഒന്നും കൂടി നമ്മൾ പറയും, എന്നാലും നിങ്ങളോട് ഓർത്തിരിക്കുക. ട്രേസിനെ തന്നെയാണ് സപ്പർ എന്ന് പറയുന്നത്. സം ഓഫ് ഡയഗണൽ എലിമെന്റ്സ്, അതായത് നമ്മുടെ ഡയഗണൽ എലിമെന്റ്സിന്റെ സമ്മിനെ ആണ് സപ്പർ അല്ലെങ്കിൽ ട്രേസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ 3x3 മെട്രിക്സ് ആണെങ്കിൽ A11 + A22 + A33 എന്ന് പറയുന്ന വാല്യൂസിനെയാണ് ട്രേസ് എന്ന് പറയുന്നത്. സപ്പോസ് n സ്ക്വയേർഡ് മെട്രിക്സ് ആണെങ്കിൽ ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? A11 + A22 + A33 + etc. + ANN. അതിന് വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ സമ്മേഷൻ = 1 to n AII. ഇവിടെ J അല്ല, ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, AII ആണ് കേട്ടോ. ഓക്കെ, സമ്മേഷൻ = 1 to n AII എന്നുള്ളതാണ് വരുന്നത്. അടുത്തത് എന്താണ് റോ മെട്രിക്സ്? റോ മെട്രിക്സ് എന്ന് വെച്ചാൽ റോ ടൈപ്പ് വൈസ് ആയിട്ട് എഴുതുന്നത്. റോ എന്ന് വെച്ചാൽ എന്താ? വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. അതായത് ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ എനി നമ്പർ ഓഫ് കോളംസ് ഉണ്ടാവും. ഒരു റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ റോസ് വരുന്നതല്ല, ഒരു റോ വരും. അതായത് റോ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, പക്ഷെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് വേരിയിങ് ആവും, അത് n ആയിരിക്കും. ദാറ്റ് ഈസ് 1 × n എന്ന് പറയുന്ന ഓർഡറിൽ വരുന്ന മെട്രിക്സുകളെയാണ് റോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കോളം മെട്രിക്സ്. അതായത് ഒരു കോളം വരും, എന്നാൽ ഒന്നിൽ കൂടുതൽ റോസ് വരുന്ന മെട്രിക്സുകളെയാണ് കോളം മെട്രിക്സ് എന്ന് പറയും. ഇനി എന്താണ് നൾ മെട്രിക്സ്? നൾ മെട്രിക്സ് എന്ന് വെച്ചാൽ എല്ലാ ഇലമെന്റ്സും ഈച്ച് ഇലമെന്റ്സ് ഓഫ് എ മെട്രിക്സ് ആർ 0. എല്ലാ എലിമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ നൾ മെട്രിക്സ് അല്ലെങ്കിൽ വോയിഡ് മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയും. അതായത് ഒരു മെട്രിക്സ് നൾ മെട്രിക്സ് ആണ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് ആണ് അല്ലെങ്കിൽ വോയിഡ് മെട്രിക്സ് ആണെന്ന് വെച്ചാൽ അതിൽ എല്ലാ എലിമെന്റ്സും എന്താണ്? സീറോസ് ആണ്. അതിൻ്റെ ഓർഡർ പറയുന്നത് m × n എന്ന് പറയുന്ന ഈ നൊട്ടേഷൻ പോലെ തന്നിട്ട് തന്നെ 0 m × n എന്ന് പറഞ്ഞാൽ m റോസും n കോളംസും ഉണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമ്പിളിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ, 2 കോളംസും 3 റോസാണ്. ദാറ്റ് ഈസ് 0 3 × 2. ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷനും കൂടിയും സീറോ മെട്രിക്സിനെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും തിയറി ചെയ്യുമ്പോഴും കാണാറുണ്ട്. ഓക്കെ, ഇത് ക്യാപിറ്റൽ O ആണ്. നിങ്ങൾ ഒരിക്കലും ഇത് 0 ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ O. ഇത് ക്യാപിറ്റൽ O ആണ്. ഓക്കെ, ക്യാപിറ്റൽ O ആണ് എന്ത് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്, സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. അടുത്തത് സബ് മെട്രിക്സ്. സബ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിലെ സ്ക്വയർ മെട്രിക്സുകളെ വിളിക്കുന്ന പേരുകളാണ് സബ് മെട്രിക്സ്. അതായത് ഇപ്പോൾ ഇവിടെ 3 × 3 മെട്രിക്സ് ആണെങ്കിൽ 3 × 3 മെട്രിക്സ് ഒരു സബ് മെട്രിക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ 2 × 2 മെട്രിക്സ് ഉണ്ടാവും, 1 × 1 മെട്രിക്സ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? സബ് മെട്രിക്സ് ആണ്. അതായത് എല്ലാ ഇൻഡിവിജ്വൽ എലിമെന്റ്സും ഓരോ സബ് മെട്രിക്സ് ആണ്. അതേപോലെ 2 റോയും 2 കോളം വരുന്ന എലിമെന്റ്സും
അതായത് 0 -1 3 2 ഇതൊരു സബ് മെട്രിക്സ് ആണ്. 2 × 2 സബ് മെട്രിക്സ് ആണ്. അതേപോലെ 0 7 2 5 എന്ന് പറയുന്നതും അതുപോലെ 2 5 0 7 എന്ന് പറയുന്ന വേറൊരു സബ് മെട്രിക്സ് ഉണ്ട്. സബ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിന്റെ ഉള്ളിലുള്ള സ്ക്വയർ മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് സബ് മെട്രിക്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഡയഗണൽ എലിമെന്റ്സ് ഉണ്ടാവുള്ളൂ. സോ ഡയഗണൽ മെട്രിക്സിന്റെ ഫസ്റ്റ് കണ്ടീഷൻ അത് മസ്റ്റ് ആയിട്ട് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഒരു ഡയഗണൽ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് മാത്രമേ ഡയഗണൽ മെട്രിക്സ് ആവുന്നുള്ളൂ. സ്ക്വയർ മെട്രിക്സ് എല്ലാ സ്ക്വയർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് അല്ല, പക്ഷെ എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഡയഗണൽ ഇലമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ ഡയഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. എന്നാൽ എല്ലാ സ്ക്വയർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് അല്ല. എന്നാൽ എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഡയഗണൽ ഇലമെന്റ്സ് ഉണ്ട്, ഡയഗണൽ ആയിട്ടുള്ള ഇലമെന്റ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ ഇലമെന്റ്സുകളല്ല, അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. ആ സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലിമെന്റ്സ് ഒഴികെ, അതായത് നോൺ ഡയഗണൽ ആയിട്ടുള്ള എല്ലാ എലിമെന്റ്സും 0 ആവുകയും ഡയഗണൽ എലിമെന്റ്സ് 0 ആവുകയോ അല്ലാതിരിക്കുകയോ ചെയ്യാം. അതായത് നോൺ ഡയഗണൽ എന്ന് പറഞ്ഞാൽ i = j ആവുമ്പോഴാണ് ഡയഗണൽ എലിമെന്റ്സ് കിട്ടുന്നത്. സോ i = i എന്ന് പറയുന്നത് 0 ആവോ നോൺ 0 ആവോ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് എന്തായിരിക്കണം? ഡയഗണൽ അല്ലാത്ത ബാക്കിയുള്ള എലിമെന്റ്സ്, അതായത് നോൺ ഡയഗണൽ ആയിട്ടുള്ള എലിമെന്റ്സ്. നോൺ ഡയഗണൽ ആയിട്ടുള്ള എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ലീഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, ബാക്കി അല്ലാത്തുള്ള കുറേ എലിമെന്റ്സ് ഉണ്ടാവും. അതെല്ലാതും എന്തായിരിക്കണം? നോൺ 0 ആയിട്ടുള്ള 0 ആയിരിക്കണം. അതായത് എല്ലാ നോൺ ഡയഗണൽ എലിമെന്റ്സും 0 ആണെങ്കിൽ മാത്രമേ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുള്ളൂ. സോ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? 1 0 0 0 1 1 1 0 1 0 0 1 അത് ശരിക്കും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. എല്ലാ ഐഡന്റിക്കൽ മെട്രിക്സും അല്ലെങ്കിൽ എല്ലാ ഐഡന്റിറ്റി മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം അതിന്റെ എല്ലാ നോൺ ഡയഗണൽ ഇലമെന്റ്സും 0s ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഡയഗണൽ ഇലമെന്റ്സിന് അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സിന് മറ്റൊരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഡയഗ് ഓഫ് d1 d2 എക്സെട്രാ ടു dn. വേറെ d1 d2 dn എന്ന് പറയുന്നത് ഈ 2 - 1 0 ആണ്. അതായത് ഡയഗണൽ എലിമെന്റ്സിനെ d1 d2 dn എന്ന് പറഞ്ഞ് ഒരു മെട്രിക്സ്, ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ അങ്ങനെ ഒരു മെട്രിക്സിനെ ഡയഗണൽ റെപ്രസെന്റേഷൻ എന്താണ് എഴുതുക? ഡയഗ് ഓഫ് d1 d2 എക്സെട്രാ ടു dn എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡയഗ് ഓഫ് a11 a12 a11 a22 എക്സെട്രാ ടു ann. ഇങ്ങനെയുള്ള ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ കൂടുതലും ഡയഗ് മെട്രിക്സ് എന്ന് പറയുന്ന തിയറത്തിലും പ്രോബ്ലത്തിലും നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത്. ഡയഗ് ഓഫ് എന്നാണ് വായിക്കിയത്. ഡയഗ് ഡോട്ട് ഉണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നല്ല, ഡോട്ട് അവിടെ ഉണ്ട്. ഡയഗ് ഓഫ് എന്ന് വായിക്കുന്നു. ഡയഗ് ഓഫ് that is diagonal of d1 d2 etc to dn, where d1 and d2 etc to dn are diagonal elements of above matrix. Above matrix ന്റെ diagonal elements ആണ്. ഓക്കെ. ഇനി എന്താണ് സ്കെയിലാർ മെട്രിക്സ്? എപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തത് സ്കെയിലാർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ ഡയഗണൽ മെട്രിക്സ് ആക്കി എഴുതും, ഡയഗണൽ മെട്രിക്സിന്റെ ഡെഫിനിഷൻ സ്കെയിലാർ മെട്രിക്സ് ആയിട്ട് എഴുതും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാതും 0 ആവണം. സ്കെയിലാർ മെട്രിക്സിൽ പറയുന്നത് നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാതും 0 ആയിരിക്കണം, എന്നാൽ ഡയഗണൽ എലിമെന്റ്സ് എല്ലാതും സെയിം ആയിരിക്കണം. അതായത് നോൺ 0 എലിമെന്റ്സ് എല്ലാതും 0 ആയാൽ മാത്രം പോരാ, ഡയഗണൽ എലിമെന്റ്സ് എന്തും കൂടി വേണം, സെയിം വാല്യൂ ആയിരിക്കണം, അതായത് ഒരു സ്കെയിലാർ ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സുകളെയാണ് ഡയഗണൽ സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ ഡയഗണൽ സ്കാറ്റേർഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് സ്കെയിലാർ മെട്രിക്സ് ആവണമെങ്കിൽ ഫസ്റ്റ് അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. കാരണം ഡയഗണൽ മെട്രിക്സുകൾ മാത്രമാണ് സ്കെയിലാർ മെട്രിക്സ് ആവുന്നത്. എന്നാൽ എല്ലാ ഡയഗണൽ മെട്രിക്സും സ്കെയിലാർ മെട്രിക്സുകളല്ല. സ്കെയിലാർ മെട്രിക്സ് ആവണമെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാതും സ്കെയിലാർ ആയിരിക്കണം. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിനെ നോൺ ഡയഗണൽ എലിമെന്റ്സ് ആർ 0s ആൻഡ് ഡയഗണൽ എലിമെന്റ്സ് ആർ ഈക്വൽ.
ആവുമ്പോൾ മാത്രമാണ് സ്കെയിലാർ മെട്രിക്സ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയഗണലും സ്കെയിലാർ ആയിട്ടുള്ളതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. കാരണം ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡയഗണൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, നോൺ ഡയഗണൽ വാല്യൂസ് ഒക്കെ 0s ആണ്. സോ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഡയഗണൽ മെട്രിക്സ് ആണ്, സ്കെയിലാർ മെട്രിക്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് സ്കെയിലാർ മെട്രിക്സിന്. ഇവിടെ ഫസ്റ്റത്തെ എക്സാമ്പിള് 2 2 0 ആണ്. ഇത് എന്തല്ല, സ്കെയിലാർ മെട്രിക്സ് അല്ല, ഇത് ശരിക്കും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ 2 ആണ്. ഓക്കെ, ഇവിടെ 2 ആണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ സ്കെയിലാർ മെട്രിക്സ് ആവുന്നുള്ളൂ, അല്ലാത്ത സമയത്ത് സ്കെയിലാർ മെട്രിക്സ് ആവുന്നില്ല. സ്കെയിലാർ മെട്രിക്സിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഈ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എ എന്ന് പറയുന്നത് സ്ക്വയർ എ ഐ ജെ വേർ എൻ ക്രോസ് എൻ ഇസ് എ സ്കെയിലാർ മെട്രിക്സ് ഇഫ് എ ഐ ജെ ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് 0 ആയിരിക്കണം, ഐ ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് കെ ആയിരിക്കണം. എന്നാൽ ഡയഗണൽ മെട്രിക്സിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ മാത്രമുള്ള ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെ ആവുമ്പോൾ 0 മാത്രം ആയാൽ മതി ഡയഗണൽ മെട്രിക്സ് ആവാൻ. ക്ലിയർ ആണോ? നിങ്ങൾ ഈ കണ്ടീഷൻസ് ആണ് പഠിക്കേണ്ടത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ ഡയഗണൽ മെട്രിക്സിന്റെ കണ്ടീഷൻ, ഡയഗണൽ മെട്രിക്സ് എ ഐ ജെ ഈക്വൽ ടു 0, എ ഐ ജെ ഈക്വൽ ടു 0 ഫോർ ഐ ഈസ് നോട്ട് ഈക്വൽ ടു ജെ ആണ്. സ്കെയിലാർ മെട്രിക്സിൽ 2 കണ്ടീഷൻ ഉണ്ട്. ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോൾ 0 ആവണം, അത് മാത്രമല്ല ഐ ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് അത് കെയും ആവണം. ഓക്കെ, അടുത്തത് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സിൽ എന്താണ്, ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് 0 ആവണം, ഡയഗണൽ എലിമെന്റ്സ് എല്ലാതും 1 ആവണം. അങ്ങനെയുള്ള ഒരു മെട്രിക്സിനെയാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂണിറ്റ് മെട്രിക്സ് അഗെയിൻ എ സ്ക്വയർ മെട്രിക്സ്, നോൺ ഡയഗണൽ എലിമെന്റ്സ് ആർ സീറോസ്, all diagonal elements are equal to 0. That is I not equal to j equal to 0, I equal to j എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഐ എൻ ആണ്. n ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ ഐ എൻ എന്നാണ് പറയുക. ഇപ്പോൾ സപ്പോസ് ഇവിടെ 1 0 0 1 എന്ന് വെച്ചാൽ I2 എന്ന് പറയുന്ന ആണ് നൊട്ടേഷൻ. I3 എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1 എന്ന് പറയും. ഓക്കെ, ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്? ജസ്റ്റ് നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക. നമ്മളൊരു മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ്, അതായത് 2 ഡയഗണൽ എലിമെന്റ്സ് ആരൊക്കെയാണ്, 2 -1 3, അതിന്റെ അടിയിലുള്ള വാല്യൂസ് മാത്രം 0 ആവുമ്പോൾ നമ്മൾ അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അതായത് ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ബിലോ വാല്യൂസ് 0 ആവുകയും അപ്പറിൽ 0 അല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്പറിലെ ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും 0 അല്ലാതിരിക്കണം, പക്ഷെ അതിൻ്റെ ഒപ്പം എന്ത് തരണം, ബിലോയില് അത് 0 ആയിരിക്കും മാറണം. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് അപ്പർ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. സപ്പോസ് സ്മോളിലും 0s ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഡയഗണൽ മെട്രിക്സ് എന്ന് വരും. സോ ഡയഗണൽ മെട്രിക്സ് അല്ല അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സിന്റെ താഴെയുള്ള വാല്യൂസ്, below values of principal diagonal elements are 0. That is ij equal to 0 if I is greater than ജെ ആയിരിക്കുന്ന കണ്ടീഷനിലെയാണ് നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സിന്റെ മുകളിലുള്ള വാല്യൂസ് എല്ലാതും 0s ആയിരിക്കണം. അതായത് ഐ ജെ ഈക്വൽ ടു 0 വെർ ഐ ഈസ് ലെസ് ദാൻ ജെ ആയിരിക്കണം. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് all above elements of principal diagonals are 0, then it is called as lower triangular matrix. Suppose a square matrix which has all elements below the principal diagonal are 0, then we called as upper triangular matrix. So lower triangle ആണെങ്കിൽ above the principal diagonal 0 ആയിരിക്കണം, upper triangle ആണെങ്കിൽ below the principal diagonal elements എല്ലാതും 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ട്രയാങ്കുലർ മെട്രിക്സ്? ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ശരിക്കും ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സുകൾ എല്ലാതും ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതേപോലെ എബോവ് ആയിട്ടുള്ള അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതേപോലെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് എയ്തർ അപ്പർ ഓർ ലോവർ ബോത്ത് വന്നാലും ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രയാങ്കുലർ മെട്രിക്സ്. സോ ഡയഗണൽ മെട്രിക്സിനെ ട്രയാങ്കുലർ മെട്രിക്സ് ആവും, പക്ഷെ എല്ലാ ട്രയാങ്കുലർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് അല്ല, പക്ഷെ എല്ലാ ഡയഗണൽ മെട്രിക്സും ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഈക്വൽ മെട്രിക്സ്? എന്താണ് ഈക്വൽ മെട്രിക്സ്? ഈക്വൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എയും ബി എന്ന് പറഞ്ഞ ഇലമെന്റ്സ്
എയും ബി എന്ന് പറയുന്ന മെട്രിക്സുകൾ ഈക്വൽ മെട്രിക്സുകളാണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, അതിലെ ഓർഡറും അതേപോലെ അതിൽ ഇലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. അതായത് ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് ഇലമെന്റും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് ഇലമെന്റും സെയിം ആണെങ്കിൽ മാത്രമാണ്, അതായത് ഓർഡർ മാത്രം സെയിം ആയാൽ പോരാ, അതിന്റെ വാല്യൂസും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈക്വൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ സിംഗിൾ ഇലമെന്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു ഇലമെന്റ് മാത്രമുള്ള മെട്രിക്സിനെയാണ് സിംഗിൾ ഇലമെന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് സിംഗുലാർ മെട്രിക്സ്, എന്താണ് നോൺ സിംഗുലാർ മെട്രിക്സ്? ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് മോഡ് ടി എന്നല്ല, ഡിറ്റർമിനന്റ് ഓഫ് എ, മോഡ് എ എന്നല്ല, ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ സിംഗുലാർ മെട്രിക്സും നോൺ സിംഗുലാർ മെട്രിക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ മെട്രിക്സ് എന്ന് പറയുന്നതിന്റെ ഡിറ്റർമിനന്റ് കണ്ടെത്തിയാൽ മതി. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ വി സേ ദാറ്റ് ദിസ് ഈസ് singular matrix. If suppose determinant of A is not equal to 0, then we says that it is singular matrix. ഇതിനെ മറ്റൊരു പേരും കൂടി ഉണ്ട്. നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇൻവേഴ്സ് മെട്രിക്സ് ആണ്. അതായത് ഒരു മെട്രിക്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം തെളിയിച്ചാൽ മതിയെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അത് നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. എല്ലാ നോൺ സിംഗുലാർ മെട്രിക്സും ഇൻവേഴ്സ് മെട്രിക്സ് ആണ്. സോ എല്ലാ നോൺ സിംഗുലാർ മെട്രിക്സിനും ഇൻവേഴ്സ് മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ സിംഗുലാർ മെട്രിക്സിന് എന്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ എന്താണ് ട്രഡീഷണൽ ഡയഗണൽ മെട്രിക്സ്? അത് ഞാനിപ്പോൾ പറയുന്നില്ല. സ്റ്റൊക്കാസ്റ്റിക് മെട്രിക്സും നമുക്ക് പഠിക്കാനില്ല, സോ അതും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി എന്താണ് സബ്സ്ട്രാക്ഷൻ, അഡീഷൻ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, അഡീഷൻ അതേപോലെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ എന്താണ് കണ്ടീഷൻ മാത്രമാണ് പറയുന്നുള്ളൂ. നമുക്ക് ഒരു രണ്ട് മെട്രിക്സുകൾ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്യണമെങ്കിലോ ആ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ സെയിം ആയിരിക്കണം. അതായത് നമുക്ക് ഡിഫറൻസ് എടുക്കണമെങ്കിലും അഡിഷൻ ചെയ്യണമെങ്കിലും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓർഡർ സെയിം ആയാൽ മതി. അതായത് ഒരു മെട്രിക്സ് അഡീഷൻ ചെയ്യാനായാലും സബ്സ്ട്രാക്ട് ചെയ്യാനായാലും നമുക്ക് അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. സോ അതേപോലെ ഒരു ടേമിനെ, ഒരു മെട്രിക്സിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് അതിനെ സ്കെയിലാർ മെട്രിക്സ് ആക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ പറയും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ സ്കെയിലാർ മെട്രിക്സ്. അതായത് സാധാ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഒരു മെട്രിക്സിനെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ വെക്ടർ സ്പേസിലൊക്കെ പറയും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സിലെ എല്ലാ എലിമെന്റ്സിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ കെ എ, ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലിമെന്റ്സിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി എന്താണ് അഡിഷൻ പ്രോപ്പർട്ടീസ്? അഡിഷൻ പ്രോപ്പർട്ടീസ് നമ്മൾ വെക്ടർ സ്പേസിൽ പറയുന്ന കാര്യങ്ങളാണ്. അതായത് രണ്ട് മെട്രിക്സുകൾ എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ കിട്ടുക. അതേപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, എ പ്ലസ് ബി പ്ലസ് സി ചെയ്താലും, അതായത് എയും ബിയും ആദ്യം ആഡ് ചെയ്തു ദെൻ സി ചെയ്താലും, അല്ലെങ്കിൽ ബിയും സിയും ആഡ് ചെയ്തിട്ട് ദെൻ എ ചെയ്താലും നമുക്ക് ഒരേ മെട്രിക്സ് ആണ് ഫൈനലായിട്ട് കിട്ടുക. അതേപോലെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഒപ്പം ഒരു നൾ മെട്രിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എ മെട്രിക്സ് ആണ് കിട്ടുക. ഇതിനെ നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. വെക്ടർ സ്പേസിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു മെട്രിക്സിനെ 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എ തന്നെയാണ് കിട്ടുക. അതേപോലെ ഒരു 0 മെട്രിക്സിനെ എ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അഡിറ്റീവ് പ്രോപ്പർട്ടി കിട്ടും. ഇവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആരാണ്, 0 ആണ്. ഇതേപോലെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഇൻവേഴ്സ് മെട്രിക്സ് ഉണ്ട്, അത് മൈനസ് എ ആയിരിക്കും. അഡീഷനിൽ അണ്ടർ അഡീഷനിൽ മൈനസ് എ ആയിരിക്കും. അതായത് എയും മൈനസ് എയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നൾ മെട്രിക്സ് കിട്ടണം, അല്ലെങ്കിൽ അഡിറ്റീവ് മെട്രിക്സ് കിട്ടണം. ഏതോ ഒരു രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അഡിറ്റീവ് മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എ എന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ മൈനസ് എ ചെയ്താൽ മാത്രമേ നമുക്ക് നൾ മെട്രിക്സ് അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ വരുന്നത്. എക്സാമ്പിൾ ഉണ്ട്, വാല്യൂസ് തന്നിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി എന്താണ് മൾട്ടിപ്ലിക്കേഷൻ കണ്ടീഷൻ വെച്ചാൽ നമുക്കൊരു മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ
എ എന്ന് പറയും എ ബി ആണ് ചെയ്യണമെങ്കിൽ എയുടെ നമ്പർ ഓഫ് റോസും ബിയുടെ നമ്പർ ഓഫ് റോസും എയുടെ നമ്പർ ഓഫ് കോളംസും ബിയുടെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. അതായത് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എ എന്ന മെട്രിക്സിന്റെ റോ എന്താണ് n ആണ്, പി എന്ന മെട്രിക്സിന്റെ എ എന്ന മെട്രിക്സിന്റെ കോളം n ആണ്, പി എന്ന മെട്രിക്സിന്റെ കോളം p ആണ്. ദെൻ നമുക്ക് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എ ബി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ n ഈക്വൽ ടു പി ആയിരിക്കണം, ബി എ ആണെങ്കിൽ എന്തായിരിക്കണം, q ഈക്വൽ ടു m ആയിരിക്കണം. അതായത് ഫസ്റ്റ് എഴുതുന്ന മെട്രിക്സിന്റെ കോളും സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാം. ഇത്രയും മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാം. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആവും, എപ്പോഴും ആവില്ല, ചില സിറ്റുവേഷനിലാവും. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആകുമ്പോഴാണ്. എ ബിയും ബി എയും നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ, അതായത് എയുടെ നോൺ സിംഗുലർ മെട്രിക്സ് ആണ് ബി, അല്ലെങ്കിൽ ബിയുടെ നോൺ സിംഗുലർ മെട്രിക്സ് ആണ് എ, അല്ലെങ്കിൽ എയുടെ ഇൻവേഴ്സ് ആണ് ബി, അല്ലെങ്കിൽ ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്ന് പറയുന്ന സമയത്ത് എ ബി ഈക്വൽ ടു ബി എ ആണ്. ബാക്കിയുള്ള സിറ്റുവേഷനിൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എൻ ആവാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ സിമിലർ ടു അഡീഷൻ. അസോസിയേഷൻ പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, എന്നാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. മൾട്ടിപ്ലിക്കേഷന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആയിരിക്കും. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ഉണ്ട്. അതേപോലെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും പോലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി ഉണ്ട്. എ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ദെൻ വി ഗെറ്റ്, വീണ്ടും എ തന്നെയാണ്. ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ മെട്രിക്സ് തന്നെ കിട്ടും. സോ ഐ ആണ് ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അഡീഷൻ ആണെങ്കിൽ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നു, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഐ ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ദെൻ ഒരു മെട്രിക്സിനെ വീണ്ടും ആ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ കിട്ടും. അതിന് വീണ്ടും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റൈസ് ടു ക്യൂബ് കിട്ടും. അങ്ങനെ എക്സെട്ര എത്രയും മെട്രിക്സ് ഇപ്പോൾ എം ടൈംസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ റൈസ് ടു എം എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഈ PDF-ൽ. നിങ്ങൾക്ക് സെമിനാറായിട്ട് അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ അഡ്ജോയിൻ്റ്, ഇൻവേഴ്സ്, ഇൻവളണ്ടറി മെട്രിക്സ്, ഐഡംപൊട്ടൻ്റ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ അസൈൻമെൻറ്റ് മെട്രിക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ സിമെട്രിക്കൽ മെട്രിക്സ്, സ്ക്യൂ മെട്രിക്സ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എഴുതി വരാൻ? ആരെങ്കിലും റിപ്ലൈ ചെയ്താ? നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ നാളെ വരുമ്പോൾ സിമെട്രിക്കൽ മെട്രിക്സ്, സ്ക്യൂ മെട്രിക്സ് ഒക്കെ വായിച്ചിട്ട് വരണം. പക്ഷെ നാളെ ഞാൻ ക്ലാസ് എടുക്കുന്നതല്ല. നാളെ എൻ്റെ അവർ മരിയ മിസ്സോ അല്ലെങ്കിൽ അഖില മിസ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും വരിക. മോസ്റ്റ് പ്രോബബ്ലി അഖില മിസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ നൈറ്റ് ഇതേപോലെ ഒരു 8:30 ക്ലാസ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കയറാൻ പറ്റുന്നവർ കയറുക, അല്ലാത്തവർക്ക് റെക്കോർഡഡ് വീഡിയോ ഞാൻ അയക്കും. സോ നിങ്ങൾ ആ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾ മിനിമം സിമെട്രിക്കൽ മെട്രിക്സ്, സ്ക്യൂ മെട്രിക്സ്, അതേപോലെ ഹാർമോണിക് അങ്ങനെയുള്ള മെട്രിക്സുകളുടെ കാര്യങ്ങൾ വായിച്ചിട്ട് വരണം. ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് ഇതേപോലുള്ള പ്രോപ്പർട്ടീസുകളുടെ തിയറംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. സോ ഇൻവേഴ്സ് മെട്രിക്സും നിങ്ങൾ വായിച്ചിട്ട് വരണം, എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ മെട്രിക്സ് ഇപ്പം ഞാൻ എടുത്ത PDF നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. ആ PDF നമ്മൾ എടുത്തത് വരെ വായിക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ ഓൾജിബ്രായിക് മെട്രിക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു നമ്മൾ ഇപ്പം എടുത്ത പോർഷൻസ് സെക്കൻഡ് ചാപ്റ്ററിലാണ് ഉള്ളത്. അത് നിങ്ങൾ വായിച്ചിട്ട് വരിക. അതിലേതെങ്കിലും നൊട്ടേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. കാരണം ഇതാണ് നമ്മുടെ റെഫറൻസ് ബുക്ക്. ഇതിലുള്ള നൊട്ടേഷൻസ് ആണ് കൂടുതലും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതുകൊണ്ട് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. നിങ്ങൾ നാളെ വരുമ്പോൾ ട്രാൻസ്പോസ്, ഇൻവേഴ്സ്, സ്പെഷ്യൽ കേസ് ഓഫ് മെട്രിസസ്. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് സിമെട്രിക്, സ്ക്യൂവ്, ഹെർമിഷൻ, ഐഡംപൊട്ടൻ്റ്, നിൽപൊട്ടൻ്റ്, ഓർത്തോഗണൽ. അതിൽ ഐഡംപൊട്ടൻ്റ്, നിൽപൊട്ടൻ്റ്, ഓർത്തോഗണലും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും
വായിക്കേണ്ട, പഠിച്ചിട്ടുള്ളവർ വായിക്കുക, ബാക്കിയുള്ളത് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങളത് വായിച്ചിട്ട് വരണം. സോ ഇതിലുള്ളത് വരെ വായിക്കുക. ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത് തന്നെയാണ് നോൺ സിംഗുലാർ മെട്രിക്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ ഫർദർ പ്രോപ്പർട്ടീസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അതുപോലെ കോംപ്ലക്സ് മെട്രിക്സ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു എലിമെന്റ് കോംപ്ലക്സ് അല്ലാതിരിക്കുന്നത്. അതിൻ്റെ നൊട്ടേഷൻസ് ഒക്കെ ഞാൻ നാളെയാണ് എടുക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചിട്ട് വരാം. ഓക്കെ. സോ ഈ PDF-ഉം അതേപോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി ബാക്കി 2 PDF-ൽ വേറൊരു 3 PDF കൂടി അയക്കും. ഈ 3 PDF-ൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ലാസ്റ്റ് കീനോട്ട് പോലെയുള്ള ഒരു ടൈപ്പാണ്. ഇത് ഞാനിപ്പോൾ അയക്കില്ല. അതായത് ജസ്റ്റ് കണ്ടീഷൻ, റോ മെട്രിക്സിന് ചെയ്താണ് കണ്ടീഷൻ. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കണ്ടീഷൻ. ഇത് കീ നോട്ടാണ്. ബൈജൂസ് ലേണിംഗ് എന്ന് പറയുന്ന അവരുടെ ട്യൂഷൻ്റെ കീ നോട്ടാണ്. സോ ഇതാണ് കണ്ടീഷൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടത്. സോ ഇത് കീ നോട്ട് മാത്രമാണ്, ഇത് നോട്ടല്ല. നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ടത് ഇതാണ്. മെട്രിക്സ് 1 എന്ന് പറയുന്ന ഞാനിപ്പോൾ ക്ലാസ് എടുത്തിരിക്കുന്ന PDF നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. നോട്ട് ആരും എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾ എഴുതിയിട്ടുള്ളതാണെങ്കിൽ അസൈൻമെന്റിൽ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വീണ്ടും അത് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ബൈജൂസ് എന്ന് പറയുന്ന ലോഗോ വരുന്ന അല്ലെങ്കിൽ അത് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യേണ്ട, പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതിലൊന്നുമില്ല, അത് വെറും കീനോട്ട് മാത്രമാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങൾക്ക് 2 ഒരു PDF-ഉം കൂടി അയക്കുന്നുണ്ട്. ഇതും നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇത് PPT പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്ക് ഒട്ടും മെട്രിക്സ് അറിയാത്തവർ എന്താണ് റോ, എന്താണ് കോളം എന്നുള്ളതിനൊക്കെ കറക്റ്റായിട്ട് പറയുന്ന ഒരു PPT പ്രസന്റേഷൻ മാത്രമാണ്. നമ്മൾ എടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്, പുതിയതായിട്ടൊന്നുമില്ല. സോ നിങ്ങൾ എടുക്കേണ്ടത് മെട്രിക്സ് 1 എന്ന് പറയുന്ന PDF ആണ് പ്രിന്റ് എടുക്കേണ്ടത്. ഇത് ഓരോ മെട്രിക്സുകളും ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ PPTയിലുള്ളത്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഒട്ടും അറിയാത്തവർ ആദ്യം ഈ PPT വായിക്കുക, എന്നിട്ട് ആ മെട്രിക്സ് 1 എന്ന് പറയുന്ന PPT വെച്ചിട്ട് വായിച്ചാൽ മതി. സോ നിങ്ങൾ ഇനിയുള്ള നോട്ടുകൾ നിങ്ങൾ നോട്ട് എഴുതാതിരിക്കരുത്. കാരണം നോട്ട് എഴുതാൻ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ മൊഡ്യൂളിൽ കുറച്ചധികം ഉണ്ട്. സോ തരുന്ന നോട്ടുകൾ പ്രിന്റ് എടുത്തിട്ട് വരിക. സോ നിങ്ങൾ ബുധനാഴ്ച ആകുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ടത് ഇതാണ്. ഇതിൽ പ്രിന്റ് എടുത്തിട്ട് വരണം. പ്രിന്റ് എടുക്കുക എന്നുള്ളത് അവസാനം എടുത്താലും മതി. ഇതിപ്പോൾ എന്തായാലും നാളെ ക്ലാസ് കഴിയും. ബാക്കിയുള്ള ക്ലാസ്സുകൾ ഞാൻ അയച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾ പ്രിന്റ് എടുത്താൽ മതി. ഇത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഒരുമിച്ച് പ്രിന്റ് എടുത്താലും മതി. നിങ്ങൾ ഒപ്പം വായിച്ചു പോകേണ്ട ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ആദ്യം അയച്ചിട്ടുള്ളത്. ഓക്കെ. ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ നാളെ എടുക്കുന്നത് സ്പെഷ്യൽ കേസാണ്. ചൊവ്വാഴ്ച നമ്മൾ ഡയഗണൽ മെട്രിക്സ് എടുക്കും, ദെൻ ഡയഗണൽ റിഡക്ഷൻ എടുക്കും, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എടുക്കും. എന്നിട്ട് നമ്മൾ നേരെ 4th മൊഡ്യൂളിലേക്ക് പോകും. എക്സാം നീട്ടുകയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരെ കാരക്ടറിസ്റ്റിക് മാത്രമാണ് പഠിപ്പിക്കുക. കാരണം കാരക്ടറിസ്റ്റിക് പഠിപ്പിക്കാനാണ് ഈസി. പക്ഷെ അത് ടൈം എടുക്കും ചിലവർക്ക് മനസ്സിലാവാൻ, പ്രോബ്ലം മനസ്സിലാവാൻ. അപ്പോൾ നമുക്ക് 4th മൊഡ്യൂൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 4th മൊഡ്യൂൾ ആദ്യം എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ 3rd മൊഡ്യൂളിൽ പഠിച്ചിട്ട് പിന്നെ 4th മൊഡ്യൂൾ എടുക്കണം. സോ നിങ്ങൾ ഈ ബുക്ക് വായിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. വീഡിയോ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണാം. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് മാത്രമാണ് ഷെയർ ചെയ്യുക. അത് ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ലിങ്ക് പിന്നെ അടുത്ത കൊല്ലം കിട്ടണം എന്നില്ല. ഞാനത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും. കഴിഞ്ഞ പോലെ ഇതേപോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഞാനത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യാറ്.